ഫീനിക്സ് പുരസ്കാരം നേടിയ മലയാളികളുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ കടലിരമ്പങ്ങൾക്ക് കാരണക്കാരനായ പ്രിയങ്കരനായ ശ്രീ കൃഷ്ണകുമാർ, PS കൃഷ്ണകുമാർ അശ്വമേധത്തിലേക്ക് എത്തുന്നു. കൃഷ്ണകുമാർ, സ്വാഗതം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. പറയൂ കൃഷ്ണകുമാർ. സന്തോഷം. കൃഷ്ണകുമാറിന്റെ വീട് കൊല്ലത്താണ്. കൊല്ലം ചവറയാണ്. ചവറയാണ്? അതെ. ONV കുറുപ്പിന്റെ ചവറ. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ ചവറ. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ നാട്ടുകാരൻ. അതെ അതെ. കുറച്ചു നേരം മുമ്പ് ഞാൻ ഒരാളിനോട് അഴകത്ത് പത്മനാഭക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണ്. കേട്ടിരുന്നു. അശ്വമേധം കാണാറുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും അശ്വമേധം കാണാറുണ്ടായിരുന്നു. ഒരു സമയത്ത് അശ്വമേധം കറക്കാറുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആരാധനയോടെ നോക്കിയിരുന്ന ഒരു തലച്ചോറാണ് ഗ്രാൻഡ് മാസ്റ്ററുടേത്. ഇതിങ്ങനെ നേരിട്ട് കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. ഈ അടുത്ത് സാറ് നമ്മുടെ നാട്ടിൽ വന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് നേരിട്ട് വരാൻ പറ്റിയില്ല. ചവറയിലോ? അതെ. BC ലൈബ്രറി എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെയൊക്കെ സാംസ്കാരിക മുഖമായ ഒരു ലൈബ്രറിയുടെ ആനിവേഴ്സറിക്ക് സാർ ഉണ്ടായിരുന്നു. ഡോക്ടർ ഗംഗാധരനൊപ്പം. ഡോക്ടർ VP ഗംഗാധരൻ. അതെ. അപ്പോൾ എന്നെങ്കിലും കാണുന്ന സമയത്ത് എനിക്കൊന്ന് ഹഗ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? താങ്ക് യു. അപ്പോൾ കൃഷ്ണകുമാർ, എന്തോ എന്ത് തരത്തിലുള്ള ഒരു അട്രോഫിയാണ് കൃഷ്ണകുമാറിന്? എനിക്ക് സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 2 എന്ന് പറയുന്ന വിഭാഗമാണ്. SMA എന്ന് പറയുന്ന വിഭാഗം 5 തരം ഉണ്ടെന്നാണ് പറയുന്നത്. SMA ടൈപ്പ് 0, 1, 2, 3, 4. എനിക്ക് ടൈപ്പ് 2 ആണ്. ജനിച്ച അന്ന് തൊട്ട്. പിന്നെ ഞാൻ ഒരുപക്ഷെ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചിട്ടുണ്ടാകും. ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി, മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച ആളുകളുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. ഏകദേശം 700 തരം ഡിസ്ട്രോഫി, അട്രോഫി ബാധിതർ ഇന്ന് ഒരു സംഘടനയുടെ ഭാഗമായി ജീവിതത്തിൻ്റെ പുതിയ ആകാശങ്ങൾ തേടി യാത്ര ചെയ്യുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കഥയാണ്. ആ കഥയിൽ പല രൂപത്തിൽ പല ബുദ്ധിമുട്ടുകളിൽ മനുഷ്യരുണ്ടാകും. ഒരു ശ്വാസം എടുത്ത് വിടുന്നതിനിടയ്ക്കുന്ന ഒരു നിമിഷം. കുറച്ചുകൂടി രസകരമായി പറഞ്ഞാൽ ഒരു കുഞ്ഞു കരച്ചിലിനും ഒരു ദീർഘ മൗനത്തിനും ഇടയിലുള്ള സഞ്ചാരം അല്ലേ? ഈ കരച്ചിലിൽ ആഹ്ലാദം ഉണ്ടാകും, ജനനത്തിൽ മൗനത്തിലാകട്ടെ എല്ലാവർക്കും സങ്കടവും ഉണ്ടാകും. അപ്പോൾ അതിനിടയിലുള്ള ഇത്തരം വെല്ലുവിളികളെയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് മനുഷ്യനുണ്ട്. അത് മറ്റൊരു ജീവിക്കില്ല ഉള്ളതിനേക്കാൾ കൂടുതൽ. ആ മനുഷ്യന് ആ കരുത്തുണ്ട് എന്ന് മറ്റുള്ളവരെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത്. സാർ, അത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജന്മദിനമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. ബൈബിളിനകത്തൊരു വചനമുണ്ട് സാർ. മുന്തിരിത്തോട്ടത്തിനിടയിൽ വളരുന്ന അത്തിമരം എന്ന് പറയും. അത്തി എന്ന് പറയുന്നത് ഏത് പരിസ്ഥിതിയിലും വളർന്നു പോകുന്ന ഒരു വൃക്ഷമാണ്. പക്ഷെ മുന്തിരിയോ ഒരുപാട് പരിചരണം വേണ്ടുന്ന, വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണ്. ആ മുന്തിരിത്തോട്ടങ്ങൾക്കിടയിലേക്ക് ഒരു അത്തിമരം കണക്കെ എന്നെ ഈശ്വരൻ കൊണ്ട് നിക്ഷേപിച്ചതാണ്. അത്ര ഭംഗിയുള്ള ഒരു ഇക്കോ സിസ്റ്റം എനിക്ക് ചുറ്റുമുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ ഫാമിലി, എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കുട്ടികൾ, അതൊക്കെ ഞാനെന്ന് പറയുന്ന മനുഷ്യന് മണ്ണും വളവും തന്ന് ജീവിപ്പിക്കുകയാണ്. അത് കൃഷ്ണകുമാറിൻ്റെ കാര്യമല്ല. അതെനിക്ക് എവിടെയും പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പടികളും കയറുമ്പോൾ ആ പടികളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് എൻ്റേതല്ല എന്നുള്ളത്. ഇത് അവരുടേതാണ്. ഒരുപാട് സ്നേഹം കൃഷ്ണകുമാർ. തിരിച്ചു. അച്ഛനമ്മ? അച്ഛൻ അനുജത്തി 12 വർഷം മുൻപ് ഒരു റോഡപകടത്തിൽ അവരുടെ ശരീരം
എന്നെ വിട്ട് പോയിട്ടുണ്ട്. ചേർത്തലയിൽ വെച്ചായിരുന്നു ആ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അമ്മ ഇപ്പോൾ വീട്ടിലുണ്ട്. എന്നെ നോക്കി എൻ്റെ ഭ്രാന്തികളെ സഹിച്ച് ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ഏറെ സ്നേഹം കൃഷ്ണകുമാർ. താങ്ക് യു. ഈ യാത്രയുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം നിഷ്പ്രയാസം എന്താ പറയുക, മനസ്സിന് താണ്ടാൻ കഴിയാത്ത ദൂരങ്ങളില്ല എന്ന വിശ്വാസം കൊണ്ട് തന്നെ അതിജീവിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ അശ്വമേധത്തിൽ ഏർപ്പെടാൻ എത്തിയതിൽ കൃഷ്ണകുമാറിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അറിവിൻ്റെ വേദിയിലേക്ക് ഈ ഉന്നവനെ കൈപിടിച്ച് കയറ്റിയത്. പക്ഷേ സത്യസന്ധമായി ഞാൻ പറയുകയാണ്, 100% സത്യസന്ധമായി പറയുകയാണ്, കൃഷ്ണകുമാർ അശ്വമേധത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ചിത്രീകരണം കൃഷ്ണകുമാറിൻ്റെ വസതിയിൽ വന്ന് ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമായിരുന്നു. സാറ്, ഇവിടെ ഞാൻ മത്സരിക്കുമ്പോൾ ഒന്ന് ഗ്രാൻഡ് മാസ്റ്ററിനോടാണ്, 2 ഇത് കാണുന്ന ഓഡിയൻസിനോടാണ്. ഇത് കാണുന്ന പലർക്കും ഒരു മുൻവിധി ഉണ്ടാകും എൻ്റെ കുറിച്ചിട്ടുള്ളത്. ആ മുൻവിധി ബ്രേക്ക് ചെയ്യുക എന്നതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. അത് താങ്കൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോസിബിൾ ആകില്ല. അതിന് ഞാൻ ഇവിടെ താങ്കളുടെ മുമ്പിൽ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് താങ്കളെ തോൽപ്പിക്കുമ്പോൾ മാത്രമേ ആ മുൻവിധിയെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. തീർച്ചയായും കൃഷ്ണ, ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു 700ഓളം മനുഷ്യന്മാർ എൻ്റെ പുറകിലുണ്ട്. അവരുടെ വലിയൊരു സ്വപ്നമുണ്ട്, ഒരിടം എന്ന് പറയുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ആദ്യത്തേതാണ്. ഒരു 2 കോടി രൂപ ആ പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടി വേണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യന്മാരെ അവരോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, അറിവില്ലാത്ത മനുഷ്യന്മാർക്ക് ഒരു ക്വാളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പ്രതീക്ഷയുടെ ഒരിടം. ആ ഒരിടത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് കൃഷ്ണ. താങ്ക് യു സർ. ഈ സാധാരണ അശ്വമേധത്തിൽ മത്സരിക്കുമ്പോൾ എൻ്റെ സ്വാഭാവികമായും ഇത്തരം വൈജ്ഞാനിക യാത്രകളിൽ വ്യക്തിപരമായി ഞാൻ എന്താഗ്രഹിക്കുമെന്ന് ചോദിച്ചാൽ, സത്യസന്ധമായി പറഞ്ഞാൽ മത്സരാർത്ഥിയുടെ മനസ്സിലെ പേര് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ നിമിഷത്തിൽ അതിലേറെ സത്യസന്ധതയോടുകൂടി ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് കൃഷ്ണകുമാറിൻ്റെ മനസ്സിലെ പേര് കണ്ടെത്താൻ എനിക്ക് കഴിയാതിരിക്കണം എന്നാണ് സത്യം. വായന ഏതൊക്കെയാണ് പ്രധാനമായും? കവിതകളൊക്കെ വായിക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? കവിത ഏറ്റവും ഇഷ്ടം വയലാറിൻ്റെയാണ്. വയനാട് കവിതകളാണ്. വയലാറിൻ്റെ ഏതൊക്കെ കവിതകൾ? പിന്നെ അശ്വമേധം, സർഗസംഗീതം, രാവണ പുത്രി, യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചൂരണാങ്കണം. ചൊല്ലു രാവണപുത്രി. ആ കവിത ഞാൻ ചൊല്ലിയാൽ എൻ്റെ ശബ്ദമായി ചെയ്തില്ല. പക്ഷെ ഗംഗ, ഗംഗേ തപശാന്തി തീർത്ഥസംഗേ നിന്റെ ഹൃദയ വിശ്വത്തിലെ ചെറുകുഞ്ഞിമണികളിൽ മൃദുലയാണ് അതുലയാണ് ഈ ഭൂമി. ചൊല്ലു. നിന്നെ കുറിച്ചാര് പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേറും. നിന്നെ കുറിച്ചാര് പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേറും. സ്മൃതിയിനം പുണ്യം തളിക്കുന്ന ഗംഗേ, സ്മൃതിയിനം പുണ്യം തളിക്കുന്ന ഗംഗേ, വരനാഭ കുഴിയുമേ വംശതീരങ്ങളും നിന്നെഞ്ചിനുറവാരു തേടും. നിന്നെ കുറിച്ചാരു പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേറും.